10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് ഗൈസ്. സ്കൂളിൽ കലോത്സവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി. ഇവർ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ഒരു വീട്ടിൽ ബാത്റൂമിൽ വെച്ചിട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് ഗൈസ്. സ്കൂളിൽ കലോത്സവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി. 2 പേരും പരസ്പരം സ്നേഹിക്കുന്ന കുട്ടികളാണ്. ഈ പ്രായത്തിലൊക്കെ അഫയർ, പ്രേമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും, സ്വാഭാവികമാണ്. പക്ഷേ അതിന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. എനിക്ക് പെൺകുട്ടികളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇവർ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ഒരു വീട്ടിൽ ബാത്റൂമിൽ വെച്ചിട്ട് കാണിച്ച തെണ്ടിത്തരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു. നമുക്ക് വീഡിയോ കാണാം, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കുക, അതായത് ആ ഒരു സ്കൂളിൻ്റെ കെട്ടിടമാണ് നിങ്ങൾ ആ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്നത്. സ്കൂളിൻ്റെ പുറകു വശത്തുള്ള ഒരു വീടാണെന്ന് തോന്നുന്നു. 2 പേരും അവിടേക്ക് വരികയാണ് വിത്ത് സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് 2 പേരും പ്ലാൻ ചെയ്ത് കൂട്ടുകാരിയുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ കണ്ണ് വെട്ടിച്ചിട്ട് 2 പേരും കൂടെ വരുന്നു. അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സ്പോട്ടാണ്. വരുന്നു, ബാഗൊക്കെ അവിടെ വെക്കുന്നു, എന്നിട്ട് പരസ്പരം സ്നേഹം പങ്കിടുകയാണ്. സ്നേഹം പങ്കിടാൻ പറ്റിയ പ്രായമാണോ ഇത്? എന്തിനാണ് മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത്? ഒരുപാട് പ്രതീക്ഷയുടെയും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ അവർ മനസ്സിൽ വെച്ചിട്ടാണ്, നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് പാരൻസ് നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത്. സ്കൂളിൽ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന നാറിയ പരിപാടി ഇതാണെങ്കിൽ ആരെ പറയാം. എനിവേ, അവർ വികാരപരിതരായ സമയത്ത് അവർ വേഗം ആ ബാത്റൂമാണെന്ന് തോന്നും, അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. എന്തായാലും ആ വീട്ടിലുള്ള ആ ഒരു വീട്ടമ്മ എന്തോ കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വന്ന സമയത്താണ് 2 ബാഗ് അവിടെ കാണുന്നു. ID കാർഡ് പരിശോധിച്ചു. ആ സ്കൂളിലെ കുട്ടികളാണ് എന്ന് മനസ്സിലായി. ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന് ID കാർഡ് നോക്കിയ സമയത്ത് മനസ്സിലായി. അവിടെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ വരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ, എന്താ ചെയ്യും. ആ ഒരു സ്ത്രീ ചെയ്ത കാര്യം എന്താ അറിയാം? അധ്യാപകരെ വിളിക്കുകയോ ടീച്ചേഴ്സിനെ വിളിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. നിങ്ങൾക്ക് കാണാം എന്താണ് ആ സ്ത്രീ ചെയ്തത്, ആരെയാണ് ഇപ്പോൾ ഫോൺ വിളിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാം. വിളിച്ച ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇപ്പോഴത്തെ 2K കിഡ്സിൻ്റെ ഓരോരോ കളി തമാശകളെ ഇതൊക്കെ കളിയായിട്ട് കാണേണ്ട കാര്യമാണോ? അല്ല. പോലീസ് എത്തി കേട്ടോ, പോലീസിനെയാണ് വിളിച്ചത്. പോലീസ് എത്തി. ഫോഴ്സിനൊന്നും കൂട്ടിയിട്ടില്ല. അയാൾ ഒറ്റക്കാണ് ഇപ്പോൾ നിലവിൽ അവിടത്തേക്ക് വന്നത്. അധ്യാപകരെ അറിയിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. എന്തായാലും ബാഗ് പരിശോധിച്ചു, ID കാർഡ് പരിശോധിച്ചു, ലഹരിയോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ എന്നുള്ളത് ബാഗ് പരിശോധിച്ചു. എന്തായാലും ആ സ്കൂളിലെ കുട്ടികളാണ് എന്ന് മനസ്സിലായി. ഡോറ് നോക്ക് ചെയ്തു. 2 പേരുടെ ഒരു കോലം നിങ്ങൾ നോക്കുക, 2 പേരുടെയും ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. എന്താ ചെയ്യലേ? 14 15 വയസ്സുള്ള പെൺകുട്ടികൾ ഗർഭിണികളാകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഈ ന്യൂസിലൊക്കെ നിരന്തരമായിട്ട് കേൾക്കുന്ന വാർത്തകളാണ്. ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഒരാളുടെ പ്രേമം തോന്നിക്കഴിഞ്ഞാൽ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് നമ്മളൊരു കത്ത് പോലും കൊടുക്കുക എന്ന് ഈ 90s പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം. എന്നിട്ട് അവളിൽ നിന്ന് മറുപടി കിട്ടി. അങ്ങനെ ഒരുപാട് കാലം ആ കത്തിലൂടെ മാത്രമായിട്ടുള്ള ബന്ധമാകുന്നു. അതിന് സ്പർശിക്കാൻ പോലും നമുക്ക് പേടിയിരിക്കും, അതുപോലും ചെയ്യില്ല. പക്ഷെ
ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഉപയോഗം കൂടുന്നതിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾ കാണുന്നത്. ഫൈനലി അവരെ വാൺ ചെയ്ത് വിടുകയാട്ടോ ചെയ്തത്. കാരണം പാരൻസിനെ വിവരം അറിയിച്ചു. കാരണം പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ പാരൻസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് ചെയ്തെങ്കിലും പാരൻസിനെ വിവരം അറിയിച്ചു. പാരൻസ് വന്നതിന് ശേഷമാണ് ഒരു തീരുമാനമാക്കിയത്. അപ്പോൾ CCTV ഉള്ളവർ കണ്ടു. സോ മാക്സിമം ഗൈസ് ഷെയർ ചെയ്ത് കൊടുക്കുക. 2K കിഡ്സൊക്കെ വന്ന് പൊങ്കാലുള്ള സാധ്യത ഉണ്ട് ഈ വീഡിയോക്ക് താഴെ. നെവർ മൈൻഡ്. സോ മറ്റൊരു വീഡിയോ മതി കാണാം. ബൈ.